പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഇതാ വീണ്ടും ഒരു പഴയകാല ഓഡിയോ കാസറ്റ്. പഴയകാല നടന്മാരെ കോർത്തിണക്കിക്കൊണ്ട് ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു പാരഡി കാസറ്റ്. നിങ്ങൾ തന്ന പ്രോത്സാഹനം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ക്രാഷ് ക്രിയേറ്റീവിന്റെ മിമിക്രി ശബ്ദരേഖ. ജയനാണ് താരം. ഓർക്കുക, ജയം നിന്നാൽ ജയം തന്നെ ഉണ്ടാകും. അത് ഒരു പാർട്ടിയും വേണ്ട. ജയൻ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. ആ പാർട്ടി, അതിന്റെ ചിഹ്നം അരിവാളും കൈപ്പത്തിയും താമരയൊന്നുമല്ല. അതെന്താണെന്നറിയാമോ? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ജയന്റെ ചിഹ്നം ഹെലികോപ്റ്റർ. ജയനു പറ്റിയ ചിഹ്നം ഹെലികോപ്റ്റർ തന്നെ. ജയൻ ജയിക്കുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ജയൻ തന്നെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി. ഹലോ മിസ്റ്റർ ജയൻ, നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞാൻ ലവേഴ്സ് ടി വിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് മണികണ്ഠൻ. പിന്നെ നിങ്ങളിപ്പോൾ എവിടെയാണ്? പെട്ടെന്ന് പറയൂ, ചൂടോടെ പറയൂ. നിങ്ങളിപ്പോൾ ഹെലികോപ്റ്ററിലാണോ അതോ ആനയുടെ പുറത്താണോ? നിങ്ങളിപ്പോൾ ഇലക്ഷനിലാണോ? എവിടെയാണുള്ളത്? വേഗം പറയൂ. ഇലക്ഷൻ പാർലമെന്റിലാണോ? എവിടെയാണ്? നിങ്ങൾ ജയിക്കുമെന്നുള്ളൊരു ഉറപ്പാണോ? വേഗം പറയൂ. യാതൊരുവിധ സംശയവും വേണ്ട. ഞാൻ തന്നെ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ ദളപതി നിന്നതുപോലെ ഞാനും കേരളത്തിൽ നിന്നാൽ ഞാൻ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി. അതിൽ യാതൊരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാം. ഞാൻ പോയതിനു ശേഷം ചോദിച്ചാൽ അതൊട്ടും ശരിയല്ല. പ്രത്യേകിച്ചും എനിക്കൊന്നും പറയാനില്ലേ. എടാ പിള്ളേരെ, നമുക്കങ്ങ് പോയേക്കാം. അവരായി അവരുടെ പാടായി. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ. എടാ ചെയ്യ, നീ അതങ്ങ് വിട്ടേക്ക്. പാവത്തങ്ങൾ പൊക്കോട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. നീ വന്നാട്ടെ. ഇപ്പോൾ നമുക്ക് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും. കണ്ടതിങ്ങനെ പിടിവാശി പിടിക്കാതെ ചെല്ലേ. കേരളത്തിലെ എല്ലാ ആരാധകർക്കും എന്റെ ഒരുപാട് നന്ദി. അതിനു ഒരു സംശയവുമില്ല. ജയൻ തന്നെ ജയിക്കും. ഇവന്മാരെല്ലാം കൂടി ജയന് തൂറാൻ പോലും സമയം കൊടുക്കാതെയില്ലേ പത്രസമ്മേളനമൊന്നും പറഞ്ഞ് പിറകെ നടക്കുന്നത്. ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ലേ. കുറച്ചു നാൾ എന്റെ പിറകെ ആയിരുന്നു. ഇന്റർവ്യൂ ഒന്ന് പൂവൻ പുറയടപ്പ. എടാ, ജയൻ തന്നെ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ജയൻ ജയിക്കും. ജയൻ ജയിക്കുകയും ചെയ്യും. നമ്മൾ സിനിമയുടെ രൂപം മാറ്റുകയും ചെയ്യും. സത്യം. ന്യൂ ജനറേഷൻ ബലാത്സംഗം കൊണ്ടുവരും. പോരേടാ മക്കളെ, യൂത്തന്മാരല്ലേ, ചെയ്യട്ടെ. റോഷൻ, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അദ്ദേഹം ടിവിയിൽ പറയുന്നതൊക്കെ ഞാൻ ഇന്നലെ കണ്ടു. ടി വി തുറക്കാൻ വയ്യ. അദ്ദേഹം പടച്ചുവിടുന്ന കോമഡികൾ അത്രയ്ക്കുമാണ്. എന്ത് ചെയ്യും? ബുദ്ധി അല്പം കൂടിയത് കൊണ്ടാകാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എടാ ചെയ്യാ, മണ്ടന്മാർ പലതും പറയും. നീ അതൊന്നും കേട്ട് താഴാതെ നിൽക്ക്. എന്തായാലും കേരളത്തിലെ എല്ലാ ജനങ്ങളും, കോളേജ് ക്യാമ്പസുകളും, എല്ലാ ഡാക്ടേഴ്സുകളും, അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമിട. നീ ഒന്നും മിണ്ടാതിരിക്കെ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമിട. എടാ ചെയ്യാ. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് മനോജ് വാഴശ്ശേരി. കേരളത്തിലെ ഇലക്ഷനിൽ നിന്നും മത്സരിച്ച് പൂർണ്ണ വിജയം കൈവരിച്ച സിനിമ സൂപ്പർ താരം ജയൻ ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി. എടാ കൊച്ചുകുഞ്ഞെ, എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച ജയനാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നമുക്ക് അവനെ ഒന്ന് നേരിട്ട് കാണാൻ പോണം. അദ്ദേഹം ഒരു CM ആണ്. നേരിട്ട് പോയി കാണാൻ പറ്റൂല. എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്റെ സുഹൃത്തിനെ എനിക്ക് ഇന്ന് തന്നെ കാണണം. എന്റെ വീട് മൊത്തവും ചോദിക്കുന്നു. എനിക്ക് പുതിയ ഒരു വീട് വേണം. ലൈഫ് പദ്ധതി ഇല്ലെന്നാണ് അവൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഒരു പദ്ധതി എനിക്ക് കിട്ടിയേ പറ്റൂ. പഞ്ചായത്തിലും ബ്ലോക്കിലും അപേക്ഷ കൊടുത്തു ഞാൻ മടുത്തു. എനിക്കിനി എന്റെ ജയൻ വിചാരിച്ചാൽ മാത്രമേ ഒരു വീട് കിട്ടാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ വെറും ഒരു ജയനല്ല,
കേരളത്തിന്റെ CM കൂടിയാണ്. വന്നിരിക്കുന്നവർക്കെല്ലാവർക്കും എന്റെ നന്ദി, പ്രത്യേകിച്ചും എന്റെ ആരാധകർക്ക്. പയ്യൻസ്, ആ ക്യാമറയുടെ കേബിൾ അപ്പുറത്തോട്ട് മാറ്റിയിട്, ഇല്ലെങ്കിൽ അതിൽ കുടുങ്ങി നീ വീഴും. കൊച്ചു പയ്യൻസ്. ഇനി മുതൽ ഞാനായിരിക്കും ഇവിടുത്തെ CBI. ഇനി ഞാൻ പറയും, അതുപോലെ നിങ്ങളെല്ലാവരും കേൾക്കും. ഈ കേരളം നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് കേരളം നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.